പ്രേതപ്പടങ്ങളെ താണ്ടി ഈ പടം കുറച്ച് കാലവ്യത്യാസ താമസത്തിൽ വന്നതാണെങ്കിൽ പോലും നല്ലൊരു പടമാണ്. ഇതിൻ്റെ രണ്ടാം ഭാഗം റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യ ഭാഗം 2018 പടത്തിൻ്റെ മൊത്ത ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണ്. ഒരു പ്രേതം കല്യാണ സമയത്ത് ഫസ്റ്റ് നൈറ്റ് നടക്കുന്ന സമയത്ത് കൊല്ലും. അപ്പം കൊല്ലുമ്പോൾ ആ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിക്ക് വേണം എന്ന് ആഗ്രഹിച്ചിട്ട് ആ ഗ്രാമത്തിന് മൊത്തം ഈ പുള്ളിക്കാരി വേട്ടയാടും. മറ്റേ പരിപാടി കേട്ടാ മറ്റേത് പടന്ന് ഞാൻ പറയില്ല. പടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ മുത്തപ്പൻ എല്ലാവിടെയും കിടന്ന് കിറുക്കുണ്ടാവും. എന്താ കിറുക്കുന്നതെന്ന് വെച്ചാൽ, ഓ ശ്രീ ഇന്ന് പോയിട്ട് നാളെ വാ എന്ന് പറഞ്ഞിട്ട് എഴുതുണ്ടാവും. എന്താ വെച്ചാൽ പ്രേതം വരുമ്പോൾ എഴുതി വെക്കണ്ടേ, വായിച്ചിട്ടൊക്കെയാണ് പ്രേതം വരിക. ഈ വീട്ടിൽ എഴുതിയിട്ടുണ്ട്, ഞാനിന്ന് വരില്ല നാളെ വരും പോടുന്നു മറ്റാണ് പ്രേതമൊക്കെ പോവുക. നമ്മുടെ ഹീറോ ഒരു തയ്യൽക്കാരനായിരിക്കും. ഇതിൽ ശ്രദ്ധാ കപൂറുണ്ട്. ശ്രദ്ധാ കപൂറിൻ്റെ വേഷമാണ് ഇതിൽ ട്വിസ്റ്റ്. അത് നമുക്ക് എന്താണെന്ന് സംസാരിക്കാം. ശ്രദ്ധാ കപൂർ ഇടയ്ക്കിടയ്ക്ക് ഹീറോൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് വന്നിട്ട് ഡ്രസ്സ് അടിക്കണം മറ്റു വരും. അങ്ങനെ ഹീറോ പറയും അടിച്ചു തരാരോ പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കും. അങ്ങനെ ഈ ശ്രദ്ധാ കപൂറിന് അമ്പലത്തിൽ വെച്ച് മീറ്റ് ചെയ്ത് ഡ്രസ്സ് കൊടുക്കും. അങ്ങനെയൊക്കെ ഒരു ബന്ധമാണ് ഈ ഹീറോയിനും ശ്രദ്ധാ കപൂറിനും. സോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഗ്രാമത്തിൽ ഈ ശ്രീ പറഞ്ഞ പ്രേതം രാത്രി വരും. ഈ എഴുതി വെച്ച വീട്ടിലൊന്നും പ്രേതം കയറില്ല കേട്ടോ. ഭയങ്കര ഇൻ്റലിജൻറ്റ് പ്രേതമാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ വരില്ല. പിന്നെ എഴുതി വെക്കാത്ത ചില വീടുകളിൽ കയറും. ആമ്പിള്ളേരിനെ മാത്രം തൂക്കുമ്പോൾ തൂക്കിയെന്ന് പറഞ്ഞിട്ട് കാണിക്കണമല്ലോ, അതിന് വേണ്ടി ഡ്രസ്സ് അവിടെ അയച്ചിട്ടിട്ടാണ് തൂക്കിയിട്ട് പോവുക. എവിടേക്കാണ് തൂക്കിയിട്ട് കൊണ്ടെന്ന് അറിയണ്ടേ. ഒരു മണ്ഡപമുണ്ട് ഈ ഗ്രാമത്തിനെ തള്ളി കുറച്ച് കാട്ടിനകത്തായിട്ട്. ആ മണ്ഡപത്തിലാണ് തൂക്കിയിട്ട് പോവുക. അപ്പോൾ ഈ പ്രേതം ഇങ്ങനെ പൊക്കിയിട്ട് പോകണമെന്ന് കണ്ടിട്ട് ഹീറോ വന്നിട്ട് ഭയങ്കര ടെൻഷനാവും. ഇതെന്താ നമ്മുടെ ഗ്രാമത്തിൽ ഇങ്ങനെയൊക്കെ നടക്കണമെന്നായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഹീറോൻ്റെ കൂടെ നടക്കുന്ന രണ്ട് ഫ്രണ്ടിൽ ഓരോ ഫ്രണ്ടിനെ തൂക്കുക. അങ്ങനെ തൂക്കുമ്പോൾ ഫ്രണ്ടിനെ തൂക്കിയില്ലേ, മൊത്തത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം മറ്റായിരിക്കും പുള്ളിക്കാരൻ ഇരിക്കുക. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ശ്രദ്ധാ കപൂറിൻ്റെ മേലെ ഹീറോയിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഹീറോ വിളിച്ചിട്ട് പറയും, ശ്രദ്ധാ കപൂർ വിളിച്ചിട്ട് പറയും, എനിക്ക് കുറച്ച് മറ്റേ ഈ പല്ലിവാരി പിന്നെ കുറച്ച് മുടി ഇങ്ങനെ പൂജയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ വേണം മറ്റേ ഹീറോയുടെ അടുത്ത് പറയുമ്പോൾ അതെ ശരി ഞാൻ വാങ്ങിച്ചിട്ട് വരാമല്ലോ മറ്റു വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഹീറോൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ആ ഫ്രണ്ട് പറയും എനിക്കെന്തോ ഈ പെണ്ണിന് വരെ ഡൗട്ടായിട്ടുണ്ട്. ഈ പെണ്ണ് എന്നേ വരെ പേര് പറഞ്ഞിട്ട് അതിനടുത്ത് ഇല്ല, സ്ഥലം എവിടെയൊന്നും എൻ്റെ ഇല്ല, പെട്ടെന്ന് വരും പെട്ടെന്ന് പോകും. ഈ പെണ്ണ് ആരായിരിക്കും നീ ഒന്ന് ആലോചിക്ക്. പിന്നെ നിന്നെ ഇടയിൽ വിളിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ വേണം പറയുമ്പോൾ നീ ഒന്ന് ആലോചിക്കടാ, ചിലപ്പോൾ ഈ പെണ്ണായിരിക്കും ആ സ്ത്രീ, ആ പ്രേതം. ഒരു പക്ഷേ ഈ പെണ്ണാണ് നമ്മുടെ ഫ്രണ്ടിനെ കടത്തിയിട്ട് പോകും, നീ ഒന്ന് നോക്കി പറയുമ്പോൾ നമ്മൾ ഹീറോയിനൊക്കെ ചെറുതായിട്ടൊക്കെ മിന്നും. ശരി. പക്ഷേ ഫ്രണ്ട് ചോദിക്കും നിന്നെ കാണാൻ വേണ്ടി അമ്പലത്തേക്കല്ലേ വരിക, അപ്പോൾ ഈ പ്രേതത്തിന് എങ്ങനെ അമ്പലത്തിൽ വരാൻ പറ്റും? അപ്പോഴാണ് ഹീറോ പറയുക, എടാ അവൾ ഇന്നേ വരെ അമ്പലത്തിനകത്ത് വന്നിട്ടില്ലടാ, ഞാൻ വെളിയിൽ നിന്നാണ് അവൾക്ക് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പിരിയും, മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ കുറച്ച് ചന്തമുള്ളതുകൊണ്ട് ഒന്ന് നോക്കി തന്നെ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലടാ എന്ന് പറയുമ്പോൾ ശരി അതെന്തോട്ടെ, നീ ഇനിയെങ്കിലും ഒന്ന് ആ പെണ്ണിനെ വാച്ച് ചെയ്ത് പറയുമ്പോൾ ശരി പറയും. സംഭവം ഇവർ വന്നിട്ട് ഓരോ ദിവസം വിടം തോറും ഓരോ ആൾക്കാരനെ കാണാനുണ്ടാവും. അങ്ങനെ ഇവർ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആ മണ്ഡപത്തിലോട്ട് പോകും. മൊത്തത്തിൽ ഈ പ്രേതത്തിനൊന്ന് പിടികൂടാൻ പറഞ്ഞിട്ട്. ഈ ഒരു ഗ്രാമത്തിൽ രുദ്രാവൻ്റെ ഒരാളുണ്ട്. പുള്ളിക്കാരന് കുറേ കാര്യങ്ങളൊക്കെ ഈ പ്രേതത്തിനെ കുറിച്ച് അറിയാം. അപ്പോൾ ഈ പുള്ളിക്കാരനെ വിളിച്ചിട്ട് ഹീറോൻ്റെ ഫ്രണ്ടും ഇവർ 3 പേര് ട്രിപ്പിൾസ് അടിച്ചിട്ട് പോകും. മറ്റേ മണ്ഡപത്തിനകത്ത് പോകുമ്പോൾ ഈ സ്ത്രീ പറഞ്ഞ സാധനം ഉണ്ട് കേട്ടോ, അങ്ങോട്ടും ഇവിടെ നടപ്പാണ്. ഈ പ്രേതത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഏത് ആണിനെ വേട്ടയാട് ആണെങ്കിലും ബേക്കുന്ന പേര് എട പ്രകാശേ എട സുരേഷേ അങ്ങനത്തെ ഇങ്ങനെ വിളിക്കും, ഇങ്ങനെ ആകർഷിക്കുന്ന പോലെ വിളിക്കും. ആ വിളി കേട്ടിട്ട് ആ പിള്ളേർ എന്നിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടുട്ടാ, തിരിയാത്തവൻ രക്ഷപ്പെട്ടു, തിരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടു. തിരിഞ്ഞ് എങ്ങനെ ഒന്ന് ഹിപ്നോട്ടിസ് ചെയ്തിട്ട് അവനെ അവിടെ നിന്ന് അറ്റാക്ക് ചെയ്തിട്ട് ഈ മണ്ഡപത്തേക്ക് കൂട്ടിയിട്ട് വരും. അങ്ങനെ മേ ബി നമ്മുടെ ഫ്രണ്ട് ഇവിടെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇവർ തിരഞ്ഞു വരിക. ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്യും, രുദ്ര പറഞ്ഞ ആൾ ഒരു കെട്ടിങ് ഇടിക്കുക, വെറ്റ് വെളിയിൽ തന്നെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആ പ്രേതം ഇങ്ങനെ ക്രോസ് ആവുക. അപ്പോൾ ബോഡി അവിടെ നിന്ന് നിൻ്റെ ഫ്രണ്ടുമായിട്ട് ഒന്നും വേണ്ട ഞാൻ ഓടട്ടെ വേണ്ടി ഇങ്ങനെ ഓടുമ്പോഴാണ് നമ്മുടെ ഹീറോനെ കാണിക്കുക. ഹീറോ ഇങ്ങനെ ടോർച്ചൊക്കെ അടിച്ച് തെരയുന്ന ഗ്യാപ്പിൽ എടാ വെൻറ്റിങ്ങനെ ഒരു വിളിക്കും. ഈ വെൻറ്റിങ്ങനെ ആലോചിക്കും, ഹീറോ ഭയങ്കര ഇൻ്റലിജൻറ്റാ, ഞാൻ തിരിയില്ല, എന്തെന്നാലും ഞാൻ തിരികെയില്ലടി വെൻറ്റിങ്ങനെ നിൽക്കും. ഈ പ്രേതം ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ഇവൻ തിരിയാത്ത മണ്ടായിപ്പിച്ചല്ലേ ഈ പ്രേതം പറയും, ഇവനൊരു ബോറിങ്ങാന്ന് തോന്നുന്നു. ഈ പ്രേതം ഇങ്ങനെ പോവും. പിന്നെ ഇങ്ങോട്ടേക്ക് തിരിയാൻ വേണ്ടി തിരിയുമ്പോൾ പെട്ടെന്ന് ഫ്രണ്ടി വരും. ഫ്രണ്ടി വന്ന് ഇങ്ങനെ ഇങ്ങനെ ഹിപ്നോട്ടിസ് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ ഹീറോയിൻ്റെ എൻട്രി. അവിടെ ഹീറോയിൻ വരും, എന്തോ ഭസ്മം എന്തോ ഒറ്റ കയറാവുന്നു. എല്ലാ പടത്തിലും കോമൺ ആണല്ലോ ഭസ്മം പറഞ്ഞാൽ പ്രേതം പോകുന്നു. അതെന്തോട്ടെ അങ്ങനെ പ്രേതം ഒരൊറ്റ ഓടലാണ്. അപ്പോഴാണ് ഹീറോയിന് കൺഫ്യൂഷൻ മാറുക. അപ്പം നീ പ്രേതമല്ലേ, അപ്പം നീ പ്രേതമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിരുന്ന് മറ്റൊക്കെ ഇങ്ങനെയൊക്കെ ഹീറോ പറയുമ്പോഴാണ് കാര്യങ്ങൾ പിടികിട്ടുക. ആക്ച്വലി ഹീറോയിൻ വന്നിട്ട് ഈ ഗ്രാമത്തിൽ വരാൻ കാരണം പറഞ്ഞിട്ട് ഈ ഹീറോയിന് ബന്ധപ്പെട്ട കുറേ പേരിനൊക്കെ ഈ പ്രേതം കടത്തിയിട്ട് പോകുമ്പോൾ ഈ ഗ്രാമത്തിൽ വന്നിട്ട് ഈ പ്രേതത്തിനെ കുറിച്ച് നിറയെ പഠിച്ച് ആ പ്രേതത്തിനെ നമുക്ക്
കൊല്ലണം മറ്റുള്ള രീതിക്കാണ് ഹീറോയിൻ വരിക. അതാണ് ഹീറോയിൻ്റെ റോള്. നമ്മൾ കൺഫ്യൂസായി, ഇനിയിപ്പോൾ ഹീറോയിനാണോ പ്രേതം മറ്റു ചെറുത് കൺഫ്യൂഷനൊക്കെ വരാൻ. അങ്ങനെ ഹീറോവും മറ്റേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. പിന്നെ ഇവർ പ്ലാൻ ചെയ്യും, നമുക്ക് ഈ പ്രേതത്തിനെ കൊല്ലണം. ആക്ച്വലി പ്രേതത്തിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് അറിയണം പറയുമ്പോൾ ഈ രുദ്ര പറഞ്ഞ ആളുടെ അടുത്തൊരു ബുക്ക് ഉണ്ടാവും. ആ ബുക്കിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3-4 പേജ് കാണാനുണ്ടാവില്ല, പിള്ളേർ കീറിക്കളയുകയെ. അപ്പോൾ ആ ബുക്ക് പോയ സ്ഥിതിക്ക് ഇവരിങ്ങനെ ആലോചിക്കും, നമുക്ക് ഈ ബുക്കിൽ പേജ് ഉണ്ടെങ്കിൽ ആ പേജിൽ എന്താ നടന്നെന്ന് വായിച്ചു കഴിഞ്ഞാൽ ഈ പ്രേതത്തിനെ കൊല്ലാനുള്ള വകുപ്പൊക്കെ കിട്ടും. പക്ഷേ ആ പേജില്ലാത്ത സ്ഥിതിക്ക് എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോഴാണ്, പേജില്ലെങ്കിൽ എന്താ, നമുക്ക് ആ ബുക്ക് ഈ ഓത്തർ ഉണ്ടായ പോരെ. ഓത്തർ ജീവനോടുണ്ട്, പുള്ളിക്കാരി ഈ ഗ്രാമത്തിൽ തന്നെയാണ് പറയുമ്പോൾ അതെ എന്നാൽ പിന്നെ ആ പുള്ളിക്കാരനെ പിടിച്ചിരുന്ന കാര്യമുള്ളൂ പറ്റി പുള്ളിക്കാരനെ തിരഞ്ഞിട്ട് പോകും. പുള്ളിക്കാരനാണെങ്കിൽ മണ്ടയ്ക്ക് വട്ട് പൊടിച്ച ഒരാളാണ്. അതായത് പഴയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന പോലെയാണ് പുള്ളിൻ്റെ മൈൻഡ് സെറ്റ്. അതായത് ഞാനവനാണ്, ഞാനിതാണ് മറ്റിങ്ങനെയൊക്കെയാണ് സംസാരം. അപ്പോൾ ഹീറോ പറയും, ഇയാളുടെ അടുത്തിട്ട് നമുക്കൊരു കോപ്പം കിട്ടാൻ പോലുള്ള, നമുക്ക് പോവാൻ മറ്റ് പുള്ളിനെ ഇൻസൾട്ട് ചെയ്തിട്ട് പോകും. പുള്ളി കനി വന്നിട്ട് പറയും, എടാ ആ പെണ്ണിനെ ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും ആഗ്രഹിച്ചത് കൊണ്ടാണ് ആ പെണ്ണിന് ഈ അവസ്ഥ പറയുമ്പോഴാണ് പുള്ളിക്കാരൻ ഓരോന്നേ പറയുക. ആ പെണ്ണ് ഭയങ്കര ചന്തമാണ്, ആ സ്ത്രീ പറഞ്ഞ ആ പ്രേതം. പെണ്ണ് നല്ല ചന്തമായതുകൊണ്ട് കുറേ പേര് ഈ പെണ്ണിന് കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യും, ആർക്കും കിട്ടില്ല. അവസാനം ഒരുത്തന് കിട്ടും. ആ കിട്ടിയത് മറ്റുള്ളവർക്ക് സലാതാകുമ്പോൾ ആ പെണ്ണിനെയും ആ ചെക്കനെയും കൂടെ ആ മണ്ഡപത്തിൽ വെച്ച് കൊല്ലും. സോ അതുകൊണ്ടാണ് ഈ പ്രേതം ഓരോ സമയത്തും, അതും ആണുങ്ങളെ മാത്രം വേട്ടയാടുന്നു. ഈ പ്രേതത്തിനെ കൊല്ലുന്ന സമയം എപ്പോഴാണ്, ഫസ്റ്റ് നൈറ്റ് സമയത്ത്. അപ്പം കൊന്നതുകൊണ്ടാണ് ആ പ്രേതത്തിന് ഒരു ചെറിയൊരു മറ്റേ കാര്യങ്ങൾക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ്. അതുകൊണ്ടാണ് ഈ ആമ്പിള്ളേരിനെ കടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇവർക്ക് പിടികിട്ടി. അപ്പം ശരി. അപ്പം പുള്ളിക്കാർ വേറൊന്നും പറയും, അവൾ തിരയുന്നത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനുണ്ടായ ഒരു മകനെയും, പിന്നെ അവൻ ഒരു ആർട്ടിസ്റ്റാണ്, അവൻ അതാണ് ഇതാണ് മറ്റു കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൂടെ നമ്മുടെ ഹീറോയിൻ്റെ മേലെ സിങ്കാവും. പക്ഷേ ഹീറോ പറയും എല്ലാം ശരി, എല്ലാം സിങ്കായി. പക്ഷേ ലാസ്റ്റ് പറഞ്ഞത് അല്ല, എനിക്ക് സഹിക്കില്ല, പ്രോസ്റ്റിറ്റ്യൂട്ടിന് ഉണ്ടായതാണെന്ന് പറഞ്ഞത് അത് മാത്രം അല്ല പറയുമ്പോൾ ആ രുദ്ര പറഞ്ഞ ആൾ വന്ന് പറയും, അതെ നീ പ്രോസ്റ്റിറ്റ്യൂട്ടിന് ഉണ്ടായവനാണ്, നിൻ്റെ അടുത്ത് നിൻ്റെ അച്ഛൻ അത് മറച്ച കാര്യമാണ്, ഈ നാട്ടുകാർക്ക് മൊത്തം അത് അറിയാൻ പറയുമ്പോൾ ഇങ്ങനെ ഷോക്കാവും. കൂട്ടിപ്പരുത്ത് അതിനടുത്ത് ചോദിക്കും, എടാ കാര്യം പറ, ഇങ്ങനെയാണോ, അല്ലാന്ന് മാത്രം പറ പ്ലീസ്, എനിക്ക് നീ ആണെന്ന് പറഞ്ഞത് മറക്കാൻ പറ്റില്ല. അവർക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്ത പറയും, ഇനിയിപ്പം നീ എല്ലാം അറിഞ്ഞ ശരിക്കും ഇനിയിപ്പം എന്തിനാ മറക്കണേ, അതേടാ പറയുമ്പോൾ മൊത്തത്തിൽ ഹീറോനെ ബ്ലിങ്ങനെ പിടികിട്ടും. അങ്ങനെ പിന്നെ ഇവരൊക്കെ പ്ലാൻ ചെയ്യും, ഹീറോനെയാണ് ആ ഒരു മണവാളൻ ഗെറ്റപ്പിൽ കൊണ്ടുപോയിട്ട് ഗ്രാമത്തിൻ്റെ അവിടെ ഇരുത്തുക. എന്തിനാന്ന് വെച്ചാൽ ഈ പ്രയത്നം മറ്റേ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ഈ ഹീറോനെ കൊണ്ടുപോയി ഇരുത്തുന്ന സമയത്ത് ഗ്രാമത്തിൽ ഒരു വീട്ടിൽ മാത്രം നീ ഉള്ളിലോട്ട് ധാരാളമായിട്ട് വരാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ടാവും. ബാക്കിയുള്ള വീട്ടിലൊക്കെ ഇന്ന് പോയി നാളെ വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ടാവും. പ്രേതം അതൊക്കെ വായിച്ചിട്ടേ വരുന്നു കേട്ടോ. വായിച്ചിട്ട് വരുമ്പോൾ ഈ വീട്ടിൽ ഇത് എഴുതിയിരിക്കുന്നതിട്ട് ഉള്ളിൽ കയറി വന്നിട്ട് നമ്മുടെ ടീംസൊക്കെ റെഡി ആയിരിക്കുകയാണ്. ശ്രദ്ധ കപൂർ പറയും, നീ വന്നിട്ട് പരിപാടികൾ ചെയ്യുന്നതിന് മുമ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കത്തിയെടുത്ത് കുത്തിക്കോ, അതിനുള്ള പ്രേതം ചാകും, പിന്നെ നീ പേടിക്കേണ്ട ഒന്നും ആവില്ല പറയുമ്പോൾ അതെ ശരി ഓക്കെ ഞാൻ റെഡി എന്നിട്ടിങ്ങനെ ഇരിക്കും. പ്രേതം കറക്റ്റേ വരും, കത്തിയെടുത്ത് കുത്താൻ വേണ്ടി പോവും. ഇവരൊക്കെ ഇങ്ങനെ നോക്കി മുളിച്ച് വായം മുളിച്ച് ഇങ്ങനെ നോക്കിയിരിക്കും. വായം മുളിച്ചല്ല ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ ഈ പ്രേതം പെട്ടെന്ന് ഇങ്ങനെ ഇൻവിസിബിൾ ആകും രണ്ടുപേരും കൂടെ. പിന്നെ ഇവർ എവിടെ ആയിരിക്കും നോക്കിക്കഴിഞ്ഞാൽ മണ്ഡപത്തിലായിരിക്കും. അപ്പോഴേക്കും വാട്സപ്പിൽ മെസ്സേജ് നമ്മുടെ ഫ്രണ്ടിന്, എടാ ഞാൻ ഈ മണ്ഡപത്തിലാണ്, ലൊക്കേഷൻ വരെ അയച്ചിട്ടുണ്ട്, പെട്ടെന്ന് വാ, എന്നെ കടത്തിയിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നടാ, എന്തിനാണ്, അതിന് വേമ്പാ വഞ്ചി വിളിക്കും. അപ്പോൾ ഇവരൊക്കെ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഹീറോ വന്നിട്ട് ഇങ്ങനെ ആ പ്രേതത്തിനോട് സംസാരിക്കും. പ്രേതം ആക്ച്വലി ശരിക്കും അതിന് വേണ്ടത് റെസ്പെക്റ്റ് ആണെന്ന് അവിടെ നിന്ന് മനസ്സിലാവും ഹീറോന്. പിന്നെ കൊല്ലാനും മനസ്സ് വരില്ല. അപ്പോൾ ഹീറോയിൻ വരും അപ്പോഴേക്കും, എന്നിട്ട് പറയും ഇതിനെ കൊല്ലണ്ട, നമുക്ക് അതിന് റെസ്പെക്റ്റ് കൊടുത്ത് അത് കൊടുന്ന് പൊയ്ക്കോളും പറയും. അപ്പോൾ ഇവള് പറയും ശരി എന്നാൽ കൊല്ലണ്ട, ഒരു കാര്യം ഞാൻ അതിൻ്റെ മുടിൻ്റെ ബാക്ക് മാത്രം കട്ട് ചെയ്തിട്ട് എനിക്ക് എന്നാലേ ആ പ്രേതത്തിൻ്റെ ശക്തി പൂണ്ടു പറയും. അപ്പോൾ വന്നിട്ട് എന്ത് ചെയ്യും, അത്രയേ ഉള്ളൂ ഞാൻ കട്ട് ചെയ്ത് തരാൻ പറ്റും, പെട്ടെന്ന് പോയിട്ട് ഈ സാധനം തിരിഞ്ഞ് നിൽക്കുന്ന ഗ്യാപ്പിൽ കട്ട് ചെയ്തിട്ട് ഹീറോയിനെ കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ ആ പ്രേതം അവിടെ നിന്ന് ഇൻവിസിബിൾ ആവും. അപ്പോൾ എല്ലാവരുടെ അടുത്ത് ഹീറോയിൻ പറയും, ഇത് പോയിന്ന് നമുക്ക് കരുതാൻ പറ്റില്ല, പക്ഷേ ഇപ്പോഴത്തേക്ക് പോയി വന്നിട്ട് അങ്ങനെ ആ പടത്തിനെ അവിടെ ക്ലോസ് ചെയ്യും. പിന്നെ ഗ്രാമത്തിൽ ഒരു ശിലയൊക്കെ വയ്ക്കും. അപ്പോൾ ഈ പ്രേതം ഒരു പ്രാവശ്യം വന്നിട്ട് നോക്കുമ്പോൾ ശിലയൊക്കെ വെച്ചിട്ട് നമ്മൾ ബഹുമാനിക്കുന്നുണ്ടല്ലോ, പ്രശ്നമൊന്നും കൊടുക്കേണ്ട, അവൻ്റെ പ്രേതം പാടിന് പോവും. ഹീറോയിൻ വന്നിട്ട് ബസ് കയറി നാട്ടിൽ പോകാൻ വേണ്ടി ബസ് കയറും. അപ്പോൾ ഹീറോ വന്നിട്ട് നീ നമ്പറും തന്നിട്ടുള്ള പേരും പറഞ്ഞിട്ടുള്ള നീ എപ്പോഴാണ് വരിക പറയുമ്പോൾ ഈ ഹീറോയിൻ എപ്പോഴും ഒരു ഡയലോഗ് പറയും ഹീറോയിൻ്റെ അടുത്ത്, നീ മനസ്സിൽ കണ്ടാൽ ഞാൻ വരും, അങ്ങനെ ഡയലോഗ് പറയും. അപ്പോൾ മനസ്സിൽ കാണുമ്പോൾ വരും, അങ്ങനെ രീതിക്ക് ഉണ്ടായിട്ടെ പറയുമ്പോൾ ഹീറോ ശരി അപ്പോൾ ദിവസം മനസ്സിൽ കാണാൻ നീ വരില്ല ഹീറോ ഇടും. അവസാനം നോക്കുമ്പോൾ ആ ട്വിസ്റ്റ്, ഹീറോയിൻ്റെ കയ്യിൽ ആ മുടി ഉണ്ടാവും. ആ മുടി എടുത്ത് ഈ ഹീറോയിൻ്റെ മുടീൻ്റെ കൂടെ വെക്കുമ്പോൾ ഈ മുടി ആ മുടിയും കൂടെ കണക്റ്റ് ആവും. ആക്ച്വലി ട്വിസ്റ്റ് അവിടെയാണ്, ഹീറോയിൻ വന്നത് തന്നെ ഈ മുടിക്ക് വേണ്ടിയിട്ടാണ്. ഈ മുടി കണക്ട് ചെയ്ത് ആ പ്രേതത്തിൻ്റെ പവറൊക്കെ ഹീറോയിന് കിട്ടും. അതുകൊണ്ടാണ് ഹീറോയിൻ വന്നത്.
അത് നമ്മുടെ ഹീറോ കാര്യങ്ങൾക്കൊന്നും ആർക്കും അറിയില്ല, ഈ ഗ്രാമത്തിലുള്ള ആർക്കും അറിയില്ല. സോ അതാണ് ഈ പടത്തിൻ്റെ ട്വിസ്റ്റ്. ഇങ്ങനൊരു ട്വിസ്റ്റ് വെച്ചിട്ടാണ് ഈ പടം കഴിയുന്നത് കേട്ടോ. ഹോ, വാട്ട് എ ജിഞ്ചിനൊക്കെ ഒരു ട്വിസ്റ്റ്.